പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ നാമത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് സൂം മീറ്റിങ്ങിലൂടെ ഇതിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ എൻ്റെ യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. സ്തോത്രം. നമുക്കൊരു വചനം വായിക്കാം. എഫെസ്യ ലേഖനം 6-ാം അധ്യായം 10, 11, 12. എഫെസ്യ ലേഖനം 6-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. പിതാവേ, അവിടുത്തെ ഏകജാതനും ഞങ്ങളുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളെ അവിടുത്തോട് പ്രാർത്ഥിക്കുകയാണ്. അവിടുത്തെ പുത്രന്റെ രക്തത്താൽ ഞങ്ങളെ മുഴുവനായും ശുദ്ധീകരിച്ചു തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ സഹായം ഞങ്ങളെ വേളയിൽ അഭ്യർത്ഥിക്കുന്നു. വചനം ശരിയായി മനസ്സിലാക്കുവാൻ, ഗ്രഹിക്കുവാൻ, അനുസരിക്കുവാനുള്ള കൃപ സ്വർഗത്തിൻ്റെ ഭണ്ഡാരത്തിൽ നിന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവമർമ്മങ്ങളുടെ വിശ്വസ്തനായ ഒരു ഗൃഹവിചാരകനെ പോലെ അടിയനിത് ശുശ്രൂഷിപ്പാൻ തക്കണം അവിടുന്ന് ബലം നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന അവിടുത്തെ ജനത്തെ അനുഗ്രഹിക്കണം. അവരുടെ ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കി സ്വർഗം സന്തോഷിക്കുന്നത് കാണുവാൻ, ജീവിതത്തെ ക്രമപ്പെടുത്തി വിശുദ്ധ ജീവിതം തയ്ക്കുന്നത് കാണുവാൻ തക്കവണ്ണം ഇടവരുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ആദ്യോടന്തം ഈ ശുശ്രൂഷയിൽ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ദൈവ സാന്നിധ്യബോധത്തിൽ ഇരിക്കുവാൻ, ദൈവിക സാന്നിധ്യബോധത്തിൽ ശുശ്രൂഷിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ സ്വർഗ്ഗസ്ഥ പിതാവേ, ആമേൻ. അപ്പോസ്തലനായ പൗലോസ് എഫെസ്യ ലേഖനത്തില് സഭ എന്ന മർമ്മം വെളിപ്പെടുത്തി കഴിഞ്ഞ് ഓരോരുത്തരും എങ്ങനെ ഉത്തരവാദിത്വത്തോടുകൂടി പ്രവർത്തിക്കണമെന്നും, ഭാര്യ ഭർത്താവിനോട് എങ്ങനെയായിരിക്കണമെന്നും, ഭർത്താവ് ഭാര്യയോട് എങ്ങനെയായിരിക്കണമെന്നും, മാതാപിതാക്കൾ മക്കളോട് എങ്ങനെയായിരിക്കണമെന്നും, മക്കൾ മാതാപിതാക്കളോട് എങ്ങനെയായിരിക്കണമെന്നും, ദാസന്മാർ യജമാനനോട് എങ്ങനെയായിരിക്കണമെന്നും, യജമാനന്മാർ ദാസന്മാരോട് എങ്ങനെയായിരിക്കണമെന്നൊക്കെ പഠിപ്പിച്ചതിന് ശേഷം അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ 6-ാം അധ്യായത്തിൽ 10 മുതലാണ് നമ്മൾ വായിച്ചത്. ഒടുവിൽ എന്ന് പറഞ്ഞാൽ അവസാനമായി കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുവിൻ. കാരണം കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുവിൻ. നമുക്ക് ശക്തിയുണ്ട്. ദൈവം നമുക്ക് ശക്തി തന്നിട്ടുണ്ട്. മാനുഷികമായ ഒരു ശക്തിയുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാൻ നമുക്ക് നൽകുന്ന ശക്തിയുണ്ട്. പ്രതിസന്ധികൾ, പ്രതികൂല സാഹചര്യങ്ങളെ നേരിടേണ്ടി വരുമ്പോൾ ദൈവം തരുന്നൊരു പ്രത്യേക ശക്തിയുണ്ട്. അത് നമ്മളെ വിശ്വാസത്തിലും വിശുദ്ധിയിലും ദൈവസ്നേഹത്തിലും നിലനിർത്തേണ്ടതിനാണ് അത് തന്നിട്ടുള്ളത്. എന്നാൽ പ്രത്യേകമായി അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യം പറയുകയാണ് പൗലോസ്. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുവിൻ. കാരണം പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. പിശാചിന്റെ തന്ത്രം, പിശാച് എന്തിനു വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് പിശാച് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? അവൻ്റെ ഉപായങ്ങൾ വഴി, അവൻ്റെ തന്ത്രങ്ങൾ വഴി ദൈവമക്കളെ എങ്ങനെയെങ്കിലും ദൈവിക വിശ്വാസത്തിൽ നിന്നും വിശ്വാസ ജീവിതത്തിൽ നിന്നും അകറ്റി നശിപ്പിച്ചു കളയുക എന്നതാണ് അവൻ്റെ തന്ത്രം. കർത്താവ് ഒരിക്കൽ പറഞ്ഞില്ലേ, കള്ളൻ വരുന്നത് മോഷ്ടിക്കുവാനും അറുക്കുവാനും മുടിക്കുവാനുമാണ് കള്ളം വരുന്നത്. അപ്പോൾ നമ്മെ എങ്ങനെയെങ്കിലും ഈ വിശ്വാസത്തിൽ നിന്നും നമ്മുടെ ഈ ആത്മീയ ജീവിതത്തിൽ നിന്നും നശിപ്പിച്ചു കളയുക എന്നതാണ് പിശാചിൻ്റെ ലക്ഷ്യം. അത് പലപ്പോഴും കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളതുമാണ്. കർത്താവ് അവനെ ജയിച്ചിട്ടുള്ളതായി കാണിച്ചു തന്നിട്ടുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ തന്ത്രങ്ങൾ, പിശാചിന്റെ തന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിക്കാൻ പറഞ്ഞത്. അപ്പോൾ 7 ആയുധവർഗത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 5 ആയുധവർഗം നമ്മുടെ പ്രതിരോധങ്ങളായിട്ടാണ്. അത് തൊട്ട് താഴ്ത്തി ഞാൻ കുറിവാക്യം വായിച്ചപ്പോൾ വായിച്ചില്ല എന്ന് പറഞ്ഞു. അതിൽ ഈ വിഷയം ഇതിലടങ്ങിയിട്ടുണ്ട്, ദൈവത്തിൻ്റെ സർവായുധ വർഗം. അപ്പം 5 ആയുധങ്ങൾ പ്രതിരോധമായിട്ടാണ് നാം ധരിക്കേണ്ടത്. 2 ആയുധങ്ങൾ മാത്രമേ നമുക്ക് എതിർക്കുവാനായിട്ട് തന്നിട്ടുള്ളൂ. ഒന്ന് എന്താണ്? വചനമെന്ന, ദൈവത്തിൻ്റെ വചനമെന്ന വാള്. പിന്നെ പ്രാർത്ഥന.
അതൊരു ആയുധം. നമുക്ക് ആയുധം എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ നിന്നാണ് നമുക്ക് ശക്തി സംഭരിക്കുവാൻ സാധിക്കുന്നത്. ആ ശക്തി കൊണ്ട് മാത്രമാണ് ഈ വക കാര്യങ്ങളോടും സാഹചര്യങ്ങളോടും പിശാചിനോടും നമ്മൾ എതിരിടേണ്ടതിന്. അവൻ ആക്രമിക്കാൻ പോവുകയല്ല, നമുക്ക് പിടിച്ചു നിൽക്കുവാൻ. നമുക്ക് എങ്ങനെയും പിടിച്ചു നിൽക്കണ്ടേ? വിശ്വാസ ജീവിതത്തിൽ ഈ സകല ലോകവും ദുഷ്ടന്റെ അധീനതയിലാണ് കിടക്കുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഈ ലോകത്തിൽ നമ്മെ ആക്കി വെച്ച് ദൈവത്തോട് വിശ്വസ്തത കാണിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് സഹിച്ചു നിൽക്കണ്ടേ, നമുക്ക് പിടിച്ചു നിൽക്കണ്ടേ? അതിനു വേണ്ടിയിട്ടാണ് ഈ പ്രാർത്ഥന എന്ന ആയുധം നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പൊ ആ പ്രാർത്ഥനയിലൂടെ മാത്രമാണ് ദൈവത്തിൽ നിന്ന് നമുക്ക് ശക്തി സംഭരിക്കുവാൻ സാധിക്കുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അപ്പൊ പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. കാരണം നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. ആരോടാണ്? ആരോടല്ല? ജഡരക്തങ്ങളോടല്ല എന്ന് പറഞ്ഞത് മനുഷ്യരോടല്ല. മനുഷ്യരോടല്ല നമ്മുടെ പോരാട്ടം ഉള്ളത്. സ്തോത്രം. ഇപ്പൊ നമ്മള് ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ, നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു സാഹചര്യം വരുമ്പോൾ, മുന്നോട്ടുള്ള നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ഇങ്ങനെ പറയുമായിരിക്കും, ഇത് പിശാചിന്റെ പോരാട്ടമാണ്, ഒരു പരീക്ഷണമാണ്, ഇതിനെനിക്ക് അതിജീവിക്കണമെന്നൊക്കെ പറയും. സ്തോത്രം. അത് നല്ല കാര്യമാണ്. എന്ത് അതിജീവിക്കണം എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. പക്ഷെ ഇത് എവിടെ നിന്ന് വന്നു എന്നുള്ളത് ചിന്തിച്ചതിന് ശേഷം വേണം അതിനെ കൈകാര്യം ചെയ്യാൻ. ഈ പോരാട്ടം അല്ലെങ്കിൽ പ്രതിസന്ധി, പ്രതികൂല സാഹചര്യം എവിടെ നിന്ന് വന്നു എന്ന് അറിഞ്ഞതിന് ശേഷം വേണം മാത്രം ഏത് രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത്. സ്തോത്രം. പിശാചിന്റെ ഒരു തന്ത്രം ഞാൻ പറയാം. പിശാചിന്റെ ഒരു തന്ത്രം പറയാം. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല എന്ന് പൗലോസ് പറഞ്ഞല്ലോ. ഒരു പ്രതിസന്ധി വരുമ്പോൾ പിശാച് നമ്മുടെ അടുത്തുനിന്ന് മന്ത്രിക്കും. ഇന്ന വ്യക്തി കാരണമാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് പ്രതിസന്ധി വന്നിട്ടുള്ളത്. ഇന്ന സാഹചര്യങ്ങൾ മുഖാന്തിരമാണ് എനിക്ക് ഈ കഷ്ടത എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ളത്. ചിലപ്പോൾ അത് ജീവിത പങ്കാളിയാവാം, മക്കളാകാം, കൂട്ടു സഹോദരങ്ങളാകാം, സമൂഹത്തിൽ നമ്മൾ തൊഴിലിടങ്ങളിൽ പ്രവർത്തിക്കുന്നവരാകാം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുക. ഈ ചിന്ത ആരെ കൊണ്ടുവരണമെന്ന് അറിയോ? ഈ ചിന്ത ആരെ കൊണ്ടുവരണേ? പിശാചാണ് ഈ ചിന്ത കൊണ്ടുവരണത്. മനുഷ്യർ അത് മുഖാന്തരമായെങ്കിലും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി ഒന്നാണ്. പിശാചിന്റെ തന്ത്രമാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി. ഇതിന്റെ പിശാചിന്റെ ഉദ്ദേശ ലക്ഷ്യം നമ്മൾ ഇതിൽ നിന്നും പിഴുതുമാറ്റുക, അല്ലെങ്കിൽ നശിപ്പിച്ചു കളയുക, മുടിച്ചു കളയുക എന്നതാണ് പിശാചിന്റെ ഉദ്ദേശ ലക്ഷ്യം. അതിന് അവൻ പല തന്ത്രങ്ങളും പ്രയോഗിക്കും. ഇതറിഞ്ഞ പൗലോസ് പറഞ്ഞു, ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല, ജഡത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നതെങ്കിലും. 2 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം. 2 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം 3-ാമത്തെ വാക്യം മുതൽ വായിച്ചോളൂ. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവർ എങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ജഡത്തിൽ സഞ്ചരിക്കുന്നവർ എങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. പൗലോസിനും കൂട്ടർക്കും പ്രതിസന്ധി ഉണ്ടായില്ലേ? സുവിശേഷ പ്രവർത്തനത്തിൽ, സുവിശേഷ ഘോഷയാത്രയിൽ പൗലോസിന് ഇഷ്ടം പോലെ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. അത് 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിലാണ് 90 രേഖപ്പെടുത്തിയിട്ടുണ്ട്. പല പ്രശ്നങ്ങളും യാത്രയില്, പ്രസംഗവേളയില് പല പ്രതിസന്ധികളും ആർക്കുണ്ടായിരുന്നു? കർത്താവിന്റെ ദാസന്മാരായ പൗലോസിനും കൂട്ടർക്കും ഉണ്ടായിരുന്നു. പക്ഷെ പൗലോസിന് എന്ത് ചെയ്യാമായിരുന്നു? എതിരിടുവാൻ ആവശ്യമായിട്ടുള്ള കോപ്പൊക്കെ ആരേലുണ്ടായിരുന്നു? പൗലോസിന്റെ കയ്യിലുണ്ടായിരുന്നു. പൗലോസിനോട് തർക്കിച്ച് ജയിക്കാനൊന്നും ഒരാൾക്കും പറ്റിയിരുന്നില്ല. പൗലോസിന് എന്തുണ്ടായിരുന്നു? മറ്റുള്ളവർ ഉപദ്രവിക്കാനായിട്ടുള്ള അധികാരം എവിടെ നിന്ന് കിട്ടിയിരുന്നു? യെരുശലേമിൽ നിന്ന് കിട്ടിയിരുന്നു. വേണമെങ്കിൽ പകരം ചെയ്യേണ്ടതിന് വേണ്ടി, പ്രതികാരം ചെയ്യേണ്ടതിന് വേണ്ടി ആ അധികാരങ്ങൾ വീണ്ടും പൗലോസിനെ ഉപയോഗിക്കാമായിരുന്നു. പക്ഷെ പൗലോസ് അതൊന്നും ഉപയോഗിച്ചില്ല. കാരണം
തന്നെ വിളിച്ചത് ഏത് ശുശ്രൂഷയിലേക്കാണെന്ന് വ്യക്തമായി മനസ്സിലാക്കിയ പൗലോസ് പറഞ്ഞു, ഞാൻ ജഡികമായ ആയുധങ്ങൾ കൊണ്ട്, ജഡികമായ പ്രവണതകൾ കൊണ്ട് ഒന്നിനെയും നേരിടുകയില്ല. എന്നാൽ ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല, മറിച്ച് കോട്ടകൾ ഇടിപ്പാൻ തക്കോണം ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. ദൈവം കൊടുത്ത ശക്തി കൊണ്ട് സെരുബ്ബാബേലിനെ ദേവാലയം പണിയാനായിട്ട് ദൈവം ചുമതല ഏൽപ്പിച്ചു. സക്കറിയായുടെ പുസ്തകം വായിക്കുമ്പോൾ എടുക്കണ്ട, പറയുകയാണ്, സെരുബ്ബാബേലിന്റെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന മഹാപർവ്വതമേ, നീ ആര്? നീ സമഭൂമിയാകും. കൃപ എന്ന ആർപ്പോടുകൂടി അവൻ അതിനാണിക്കല്ലു കയറ്റും എന്ന് പറഞ്ഞാൽ ഫിനിഷിംഗ് ചെയ്യും. കൃപയിൽ ആശ്രയിച്ച്, ദൈവം നൽകുന്ന ശക്തിയിൽ ആശ്രയിച്ചിട്ട് വേണം ദൈവിക കാര്യങ്ങൾ ഫിനിഷ് ചെയ്യാൻ. നിങ്ങളിൽ ഈ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ കർത്താവിന്റെ നാൾ വരെ അത് തികയ്ക്കുമെന്ന് ഫിലിപ്പി ലേഖനത്തിലെ 1-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളിൽ എന്തെങ്കിലും സൽപ്രവർത്തികള്, ഈ സൽപ്രവർത്തികൾ എപ്പോഴാണ് ദൈവം തീരുമാനിച്ചേ? നമ്മൾ ദൈവിക ശുശ്രൂഷകരാകണമെന്നും ദൈവത്തിന്റെ വചനം പ്രസംഗിക്കണമെന്നും ദൈവത്തിന് ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്നും ലോക സ്ഥാപനത്തിന് മുമ്പാണ് ദൈവം തീരുമാനിച്ചത്. ലോക സ്ഥാപനത്തിന് മുമ്പ് ദൈവം തീരുമാനിച്ചെങ്കിൽ ഒരു ശക്തിക്കോ ഒരു പിശാചിന തന്ത്രത്തിനോ അതിനെ തകർക്കാൻ പറ്റാത്ത വിധം അത് വിശ്വാസമായി ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിന് വേണ്ടി ധീരതയോടെ പ്രവർത്തിക്കണം. ഇത് തീരുമാനിച്ചത് നമ്മുടെ ജനനശേഷമല്ല. നാം എങ്ങനെ ജീവിക്കണം, നാം എങ്ങനെ ശുശ്രൂഷിക്കണം എന്ന് തീരുമാനിച്ചു. നമുക്ക് എന്ത് ശുശ്രൂഷയാണ് തീരുമാനിച്ചത്? അത് നാം ജനിച്ചതിന് ശേഷമല്ല, അമ്മയുടെ ഗർഭത്തിൽ ഉരുവായിരിക്കുമ്പോഴല്ല, ലോകസ്ഥാപനത്തിന് മുമ്പ്. പൗലോസ് പറഞ്ഞില്ലേ, എൻ്റെ അമ്മയുടെ ഗർഭം മുതൽ എന്നെ തെരഞ്ഞെടുത്തവനായ ദൈവം എന്ന് പൗലോസ് ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞു. പക്ഷേ എഫെസ്യ ലേഖനം വന്നപ്പോൾ പൗലോസ് ഭാഷ മാറ്റി, ലോകസ്ഥാപനത്തിന് മുമ്പാണ് ക്രിസ്തു എന്നെ തിരഞ്ഞെടുത്തത്. ക്രിസ്തുവിൽ പിതാവായ ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പാണ് എന്നെയും നിങ്ങളെയും തെരഞ്ഞെടുത്തത്. അപ്പൊ നമുക്കൊരു ശുശ്രൂഷ വെച്ചിട്ടുണ്ട്, നമുക്കൊരു സൽപ്രവൃത്തി വെച്ചിട്ടുണ്ട് ദൈവം. അത് തികയ്ക്കുവാൻ ആവശ്യമായിട്ടുള്ള ബലം കിട്ടണമെങ്കിൽ നമ്മുടെ ഈ പോരിന്റെ ആയുധങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിക്കുവാൻ തക്കവണ്ണമുള്ളൊരു മനസ്സ് ഉണ്ടായിരിക്കണം. അത് ധരിക്കേണ്ടത് നമ്മുടെ ഇപ്പൊ പ്രത്യക്ഷമായി കാണുന്ന എൻ്റെ എന്തിലാണ്? ഈ സത്യം കൊണ്ട് അരമുറുക്കുക, നീതി എന്ന കവചം ധരിക്കുക. അത് ഈ ശരീരത്തിലല്ല. ഈ ശരീരത്തിന് ഞാൻ ധരിക്കേണ്ടത് ഷർട്ടുമുണ്ട്, അല്ലെങ്കിൽ ഷർട്ടോ അല്ലെങ്കിൽ മറ്റു കുപ്പായങ്ങളാണ് നാണം മറയ്ക്കേണ്ടത്, ധരിക്കേണ്ടത്. എന്നാൽ നമ്മുടെ അകത്തൊരു മനുഷ്യനുണ്ട്, അവിടുന്നാണ് പോരാട്ടങ്ങളെ നേരിടുവാനുള്ള ശക്തി നമുക്ക് ലഭിക്കുന്നത്. അകത്തെ മനുഷ്യനില്ല. ഈ അകത്തെ മനുഷ്യനില് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ശക്തി കൊണ്ട് നേരിട്ടാലേ അതിന് നമുക്ക് പ്രതിഫലം കാണാൻ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ അതിന്റെ പൂർണ്ണ പ്രതിഫലം നമുക്ക് ഉണ്ടാവുകയുള്ളൂ. സ്തോത്രം. പിശാച് പറയും, ഇന്ന കാരണം കൊണ്ടാണ്. ഇപ്പോ എതിരിട്ടേണ്ട കാര്യത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ പത്രോസ് കർത്താവ് ഇങ്ങനെ ശിഷ്യന്മാരോട് പറഞ്ഞു, നമ്മൾ ജെറുസലേമിലേക്ക് പോകുകയാണ്. മൂപ്പന്മാരായാലും ശാസ്ത്രിമാരായാലും പരീശന്മാരായാലും നമ്മൾ എന്ത് ചെയ്യും? എന്നെ ഏൽപ്പിച്ചു കൊടുക്കും, ഞാൻ കൊല്ലപ്പെടുകയും ചെയ്യും, എന്നാൽ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പൊ പത്രോസ് ഓടി വന്നിട്ട് കർത്താവിനോട് പറഞ്ഞു. എന്താണ് പത്രോസ് പറഞ്ഞത്? കർത്താവേ, ഒരു നാള് നിനക്ക് അങ്ങനെ സംഭവിക്കരുതേ. ഇത് ആരുടെ തന്ത്രാന്ന് പറഞ്ഞേ? ഇത് ആരുടെ തന്ത്രാന്ന് പറഞ്ഞേ? മത്തായി 16 മത്തായി 16-ാം അധ്യായത്തില് 23-ാമത്തെ വാക്യം. അവനോ തിരിഞ്ഞു പത്രോസിനോട്, സാത്താനെ, എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു. നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു. എന്താ മനുഷ്യരുടെ? ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതാണ് കരുതുന്നത്. എന്താണ് മനുഷ്യരുടെ? എന്താണ് മനുഷ്യരുടെ? മനുഷ്യരുടേത് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെതല്ല, മനുഷ്യരുടേത് എന്ന് പറയുന്നത്
ഇതിൽ എഴുതി വെച്ചിട്ടില്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെ, കർത്താവേ, ഇത്രമാത്രം ജനങ്ങൾ നിന്റെ കൂടെയുള്ളപ്പോൾ, ഇത്രമാത്രം ജനശക്തി നമ്മുടെ കൂടെയുള്ളപ്പോൾ നിന്നെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പകരം ചെയ്തുകൂടെ? നമുക്കതിനെ അതിജീവിച്ചൂടെ? ജഡിക ശക്തി കൊണ്ട് നമുക്ക് ഈ ആൾക്കൂട്ടം കൊണ്ടൊക്കെ അതിനെ അതിജീവിച്ചുകൂടെ? നിനക്ക് ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പാടില്ല. നീ ഇസ്രായേലിന്റെ നേതാവായി വന്നവനാണ്. നിനക്കതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. അത് സംഭവിക്കില്ല. ഇതാണ് മനുഷ്യരുടെ എന്ന് പറയുന്നത്, മനുഷ്യരുടെ ചിന്ത. നമ്മുടെ ആ സാധ്യതകളെ, പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാനുള്ള നമ്മുടെ സാധ്യതകളെ നമ്മളെടുത്ത് പ്രയോഗിക്കുമ്പോൾ അത് ജഡികമായ ആയുധമാണ്. അതുകൊണ്ടാണ് കർത്താവ് പത്രോസിനോട് പറഞ്ഞത്, നീ മനുഷ്യരുടേതല്ല, നീ ദൈവത്തിൻ്റെതല്ല, മനുഷ്യരുടേതാണ് കരുതുന്നത്. നിനക്ക് അങ്ങനെ ഒരു നാൾ സംഭവിക്കരുത്. അവൻ രക്ഷിക്കാനാണ് നോക്കണം കർത്താവിനെ. അവരുടെ നേതാവിനെ അവൻ രക്ഷിക്കാനാണ് നോക്കുന്നത്. രക്ഷയ്ക്കുള്ള മാർഗം പറഞ്ഞു കൊടുക്കുക. പക്ഷെ കർത്താവ് എന്തിനു വേണ്ടി വന്നുവോ എന്നുള്ളത് കർത്താവിന് അറിയാമല്ലോ. അതുകൊണ്ട് കർത്താവ് പറയാ, നീ മനുഷ്യരുടേതാണ് കരുതുന്നത്. നീ മനുഷ്യന്റെ ആലോചനയാണ് ഈ ആലോചിക്കുന്നത്, ദൈവത്തിൻ്റെതല്ല. ദൈവത്തിന് ഈ ഒരു കാര്യത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ഉദ്ദേശമുണ്ട്. നമുക്ക് നമ്മുടെ പ്രതിസന്ധികളും പ്രതികൂല സാഹചര്യങ്ങളും ഇന്ന രീതിയിൽ അത് പ്രതികൂലമായി മാറുമ്പോൾ നാം അതിന്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന ഒരു ദൈവത്തിന്റെ ഉദ്ദേശം നാം ചിന്തിക്കാറുണ്ടോ? അതോ നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ, ജഡികമായ ആയുധങ്ങൾ എടുത്ത് നമ്മുടെ സകല സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് അതിനോട് എതിരിടുകയാണോ ചെയ്യുന്നത്? സ്തോത്രം, കർത്താവിന്റെ മഹത്വം. അത് ചെയ്യരുത് പ്രിയപ്പെട്ടവരെ. കാരണം നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ, ജഡികങ്ങള്, ഇതൊക്കെ പിശാച് കൊണ്ടുവരുന്ന ചിന്തകളാ. ഇന്ന പ്രശ്നത്തിൽ നിന്നും പ്രതികൂല സാഹചര്യത്തിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള തന്ത്രങ്ങളൊക്കെയും പറഞ്ഞു തരുന്നത് പിശാച. പ്രശ്നങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും ഇല്ലാത്ത മനുഷ്യനില്ല. ഒരു പക്ഷേ നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം. ഒരു പക്ഷേ എങ്ങനെ? കർത്താവേ, എന്നെ കുറവില്ലാത്തവനായി മാറ്റണമേ, എന്നെ കുറവുകളില്ലാത്തവളായി മാറ്റണമേ എന്നൊക്കെ നമ്മൾ എപ്പോഴെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളും പാടുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറൊന്നുമില്ല പലപ്പോഴും. നമ്മൾ പാടുന്നത് എന്താണെന്ന് നമുക്കറിയില്ല. നമ്മൾ പാടുന്നത് എന്താണെന്ന് പാടിക്കഴിഞ്ഞാൽ ജീവനുണ്ടാവും പാട്ടില്. നമ്മൾ പറയുന്ന കാര്യം എന്താന്ന് പറഞ്ഞാൽ അതിലൊരു ജീവനുണ്ടാവും. നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം. ഒരു സങ്കീർത്തനം വായിക്കുമ്പോൾ അതിലുണ്ട്. അത് ഞാൻ ഇപ്പൊ അടുത്ത കാലത്ത് വായിച്ചതാണ്. 139 സങ്കീർത്തനം. 139 സങ്കീർത്തനം 23, 24 വാക്യങ്ങൾ. 139 സങ്കീർത്തനം 23, 24 വാക്യങ്ങൾ. ദൈവമേ, എന്നെ ശോധന ചെയ്ത് എന്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എന്റെ നിലവുകളെ അറിയണമേ. വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. ഈ 24 വാക്യം POCയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തർജ്ജമയിൽ നിന്ന് വായിക്കാമോ? ദൈവമേ, എന്നെ പരിശോധിച്ച് എന്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എന്റെ വിചാരങ്ങൾ മനസ്സിലാക്കണമേ. വിനാശത്തിന്റെ മാർഗത്തിലാണോ ഞാൻ ചരിക്കുന്നതെന്ന് നോക്കണമേ. ശാശ്വത മാർഗത്തിലൂടെ എന്നെ നയിക്കണമേ. ഇതാണോ വിനാശത്തിനുള്ള മാർഗം? മറ്റൊരു തർജ്ജമയിൽ, ഏത് തർജ്ജമയെന്ന് ഓർക്കുന്നില്ല, ദൈവത്തെ വ്യസനിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ എന്നിൽ ഉണ്ടോ എന്ന് നോക്കി എന്നെ ശാശ്വതമായ മാർഗത്തിൽ നടത്തണമെന്നാണ്. നമുക്ക് വ്യസനമുള്ള കാര്യമല്ല, നമ്മെ പ്രതി ദൈവം വ്യസനിക്കുന്ന കാര്യങ്ങളിൽ നിന്നും മോചിപ്പിച്ച് എന്നെ ശാശ്വതമായ മാർഗത്തിലൂടെ നടത്തണമേ എന്നാണ് പ്രാർത്ഥന. സ്തോത്രം. അപ്പൊ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെ? പക്ഷെ നമ്മളിലുള്ള സംഗതികള്, അതായത് ജഡിക മോഹങ്ങളില് വാഴുന്നുണ്ടോ? നമ്മളിൽ എന്തെങ്കിലും ദുസ്വഭാവങ്ങൾ ഉണ്ടോ എന്ന് നാം തിരിച്ചറിയേണ്ടതിന് വേണ്ടി, നമുക്ക് അത് വെളിപ്പെട്ട് കിട്ടേണ്ടതിന് വേണ്ടി ദൈവം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന ചില പ്രതികൂല സാഹചര്യങ്ങളുണ്ട്. ഉണ്ടോ?
നമ്മിൽ ഇന്ന സ്വഭാവങ്ങള് കുടികൊള്ളുന്നുണ്ട്, പക്ഷെ നമ്മുടെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടില്ല. പക്ഷെ അത് ദൈവസന്നിധിയിൽ അതൊരു കുറവാണ്, ഒരു കുറ്റമാണ്, ഒരു പാപമാണ് എന്നിരിക്കെ ഇന്ന കുറ്റവും കുറവും പാപമായി നിന്റെ ഉള്ളിലുണ്ട് മകനെ എന്ന് കാണിച്ചു തരുവാൻ ഒരു പ്രതികൂല സാഹചര്യം, ഒരു പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എന്താണ് നാം ചെയ്യേണ്ടത്? ഉണ്ട് കർത്താവേ, എന്താണ് പ്രാർത്ഥന? ദൈവമേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണം. എൻ്റെ ഹൃദയത്തിൽ എന്തൊക്കെ വികാര വിചാരങ്ങളാണ്, ആരോടുള്ള വെറുപ്പാണ്, ആരോടുള്ള വിദ്വേഷമാണ് എന്നിൽ കുടികൊള്ളുന്നത് എന്ന് കർത്താവെ എൻ്റെ ഹൃദയത്തെ ശോധന ചെയ്ത് അറിയണമേ. ദൈവം മാത്രം അറിഞ്ഞാൽ പോരല്ലോ, തിരുത്തണമെങ്കിൽ ദൈവം നമുക്കത് വെളിപ്പെടുത്തി തരണ്ടേ? അപ്പോൾ ഈ പ്രാർത്ഥനയുടെ ഫലമായി ചില ജീവിതത്തിലെ ചില സാഹചര്യങ്ങൾ, ചില സംഭവം ചില വ്യക്തികളിലൂടെ, സാഹചര്യങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ഇത് സംഭവിക്കുമ്പോൾ നാം എപ്രകാരമാണ് പ്രതികരിക്കുന്നതെന്ന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചിട്ടാണോ അതോ നമ്മുടെ ജഡികമായ ആയുധങ്ങൾ എടുത്തിട്ടാണോ ഇതിനെ പ്രതിരോധിക്കുന്നത് അല്ലെങ്കിൽ അതിജീവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ടെസ്റ്റ് ദൈവം നമ്മുടെ ജീവിതത്തിൽ നടത്തും. ഒരു വ്യക്തിയെക്കുറിച്ച് പകയും വിദ്വേഷവും നമ്മുടെ ജീവിതത്തിൽ കുടികൊള്ളുന്നുണ്ടെങ്കിൽ, പത്രോസേ നിന്നിൽ ഈ സംഭവം ഉണ്ട് എന്ന് പത്രോസിന് കാണിച്ചു കൊടുക്കേണ്ടതിന് പത്രോസിന് ഒരവസരം കിട്ടുമ്പോൾ പത്രോസ് അത് പറയും. പത്രോസേ, ഇത് നിന്നിൽ ഈ സംഭവം നിന്നിലുണ്ട്, നീ കരുതുന്നത് ദൈവത്തിൻ്റെതല്ല, മനുഷ്യരുടേതാണ്. ഈ പ്രതിസന്ധിയെ മറികടക്കേണ്ടതിൽ അത് സംഭവിക്കണം. മഹാപുരോഹിതന്മാരാലും മൂപ്പന്മാരാലും പിടിക്കപ്പെട്ട് കാൽവറി ക്രൂശിൽ മരിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കണമെന്ന ദൈവഹിതമാണ്. ആ ദൈവഹിതം നിറവേറ്റാണ് ഞാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ അതിജീവിക്കുവാൻ മറ്റൊരു ആയുധം വേണ്ട, പിശാചിന്റെ ഒരു തന്ത്രവും വിജയിക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് കർത്താവ് ചെയ്തത്. നമുക്കും അങ്ങനെ പറയണ്ടേ? നമുക്കങ്ങനെ പറയണ്ട പ്രിയപ്പെട്ടവരെ. പ്രതിസന്ധികൾ വരണ്ട എന്നാണ് പ്രാർത്ഥിക്കുന്നത്. പ്രതിസന്ധികൾ വരുമ്പോൾ കർത്താവെ അങ്ങ് അത് അനുവദിക്കുന്ന പക്ഷം എനിക്ക് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊണ്ട് ദൈവിക സ്വഭാവത്തിൽ അതിനെ അതിജീവിക്കാനുള്ള കൃപ തരണേ എന്നൊന്ന് പ്രാർത്ഥിച്ചുകൂടെ നമുക്ക്? ഈ ജഡിക സ്വഭാവങ്ങൾ വെച്ചുകൊണ്ട് കടക്കാൻ പറ്റുമോ? നിത്യത്തിൽ നമുക്ക് കടക്കാൻ പറ്റുമോ? മറ്റുള്ളവരുടെ പകയും വിദ്വേഷവും വെറുപ്പും വെച്ചുകൊണ്ട് നമുക്ക് കടക്കാൻ പറ്റുമോ? കർത്താവ് തെരഞ്ഞെടുത്തതൊന്നും പാഴായി പോകില്ല, അവര് നിത്യതയിൽ കാണപ്പെടും. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത്. തെറ്റ് ചെയ്താലും, ഒരു വ്യക്തി തെറ്റ് ചെയ്താലും അവനെ ശിക്ഷയിലൂടെ കർത്താവിലേക്ക് കൊണ്ടുവരാൻ കർത്താവിനെ അറിയാം. അതാരും കർത്താവിനെ പഠിപ്പിക്കേണ്ട. ഞാൻ തെറ്റ് ചെയ്താൽ എന്നെ എങ്ങനെ ദൈവത്തിലേക്ക്, ഞാൻ പറഞ്ഞല്ലോ 1992 സ്നാനപ്പെട്ട വ്യക്തിയെ ഞാൻ. 89 കൊല്ലത്തോളം കർത്താവില്ലാതെ നടന്നു. 89 കൊല്ലത്തോളം. ഒരിക്കൽ സ്വർഗീദാനം ആസ്വദിച്ചിട്ട് ദൈവത്തിന്റെ കൃപകളൊക്കെ അനുഭവിച്ചിട്ട് ജീവിച്ച് പിന്മാറി പോയവനെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കി കൊണ്ടുവരാൻ സാധിക്കില്ല എന്നാണ് എബ്രാഹിം വായിക്കുന്നത് കാണുന്നത്. സാധിക്കില്ല, മാനസാന്തരത്തിലേക്ക് പുതുക്കി കൊണ്ടുവരാൻ സാധിക്കില്ല. ആർക്ക് സാധിക്കില്ല? മനുഷ്യന് സാധിക്കില്ല. സ്തോത്രം. മനുഷ്യരെ കൊണ്ട് സാധിക്കില്ല. എന്തോരം ഉപദേശം പറഞ്ഞോ, എത്ര വലിയ മർമ്മങ്ങൾ എടുത്തു പറഞ്ഞോ, എത്ര വലിയ പ്രവചനം പറഞ്ഞോ, നമ്മെ കൊണ്ട് സാധിക്കില്ല. പക്ഷെ ദൈവത്താൽ സാധ്യം. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യം. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു, എന്നെ ഈ വിശ്വാസത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന, എന്നെ ഈ ദൈവകൃപയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നവൻ ഇന്നും ജീവിക്കുന്നത് കൊണ്ട് ഇന്നാരെങ്കിലും പിന്മാറ്റത്തിനായിരിക്കുന്നെങ്കിലും ഭാരപ്പെടേണ്ട, പ്രയാസപ്പെടേണ്ട, അവരെ ദൈവം കൂട്ടിവരുത്തുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നു. സ്തോത്രം. പ്രാർത്ഥിക്കുക. ഞാൻ ചില പ്രതിസന്ധികളിലൂടെയാണ് സാവിത്രിക്ക് വന്ന ചില സുഖമുഖാന്തരമാണ് വീണ്ടും ഈ ദൈവത്തെ വിളിക്കുവാനും. മാപ്രാണം പള്ളിയിൽ ഒരാൾ പറഞ്ഞു, ഇങ്ങനെ മെഴുകുതിരി കത്തിച്ചാൽ മതി, മുത്തപ്പൻ്റെ അവിടെ പോയി മെഴുകുതിരി കത്തിച്ചാൽ മതി പറഞ്ഞു. സാവിത്രിയുടെ വിരലിൽ പഴുത്തിട്ട് ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാണ്ട് ആദ്യത്തെ പ്രാവശ്യം ഞാൻ പോയി, എനിക്ക് ജോലിക്ക് പോകേണ്ടത്, രണ്ടാമത്തെ പ്രാവശ്യം മുറിവ് ഡ്രസ്സ് ചെയ്യാൻ പോയപ്പോൾ
എന്താ സംഭവിച്ചെന്നറിയോ? വേറെ സഹോദരിയാണ്, വേറെ തൊട്ടടുത്തുള്ളൊരു ചേച്ചിയാണ് കൂടെ പോയത്. അപ്പൊ ചേച്ചിക്ക് കണ്ടിട്ട് അത് അഴിച്ചപ്പോൾ അത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാണ്ട് ചേച്ചി പറഞ്ഞു, ഇന്ന സ്ഥലത്ത് പോയിട്ടൊരു വഴി, അവർക്ക് അത്രേ അറിയുള്ളൂ, അത്രേ അവർ അതിനെക്കുറിച്ച് ജ്ഞാനമുള്ളൂ. എന്നാൽ അവർ അടിഞ്ഞ അടിവിന്റെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞു, ഇന്ന സ്ഥലത്ത് പോയി ഇന്ന വഴിപാട് ചെയ്യാൻ പറഞ്ഞു. വഴിപാട് ചെയ്തു എന്നാണ് തോന്നുന്നു, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. പക്ഷെ ഞങ്ങൾ വീണ്ടും കർത്താവിലേക്ക് അടുത്തു. പിന്നെ മുരിങ്ങൂർ ധ്യാന കേന്ദ്രത്തിൽ പോയി ധ്യാനം കൂടി. അത് കഴിഞ്ഞ് പ്രാർത്ഥനയും ഒക്കെയായി കഴിഞ്ഞ് പിന്നെ നമ്മുടെ കരിയൂനൊരു ബംഗ്ലാവിൻ്റെ അവിടെ ഒരു സുനിത എന്ന് പറഞ്ഞ സഹോദരിയുണ്ട്. അവർ കൗൺസിലിംഗ് നടത്തുന്ന ഒരു വ്യക്തിയാണ്. അവരടുത്ത് പോയപ്പോൾ അവർ BLM ധ്യാന കേന്ദ്രത്തിലൊരു വളർച്ചാ ധ്യാനമുണ്ട്, അത് കൂടണമെന്ന് പറഞ്ഞു. അങ്ങനെ ജോയ് കല്ലൂക്കാരൻ, ചേർപ്പിലുള്ള ജോയ് കല്ലൂക്കാരൻ എന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ആ ധ്യാനത്തിൽ 4 or 5 ദിവസം ഞങ്ങൾ പങ്കെടുത്തു. അവിടെ വെച്ചാണ് വീണ്ടും കർത്താവിൻ്റെ ആത്മാവൻ ഇടപെട്ട് ഈ ദൈവകൃപയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. 8-9 കൊല്ലം ഞാൻ എൻ്റെ സന്തോഷത്തിന് ജീവിച്ചു. അവിടെ ചെന്നപ്പോൾ അപ്പം ഞാൻ അവർക്ക് സാക്ഷ്യം കൊടുക്കണ്ടേ, ഞാൻ കർത്താവിലേക്ക് തിരിച്ചു വന്ന് അവരെ കാണണ്ടേ, എല്ലാവരും കണ്ട് ക്രിസ്തീയ സന്തോഷം സഹോദരിയൊക്കെ പങ്കുവെക്കണമെന്ന് വെച്ചിട്ട് ഞാൻ സഹോദരിനെയും കൊണ്ട് അവിടെ പോയി. അന്ന് സഹോദരി സ്നാനപ്പെട്ടിട്ടില്ല. ഞാൻ പോയി, എന്നെ കണ്ടപ്പോൾ അതിശയായി. അവിടെ സഭയുടെ അടുത്ത് താമസിക്കുന്ന ചിന്നക്കുട്ടി എന്ന് പറഞ്ഞൊരു സഹോദരി, അവരാണ് എനിക്ക് അവിടെ ഒരു സ്വന്തം സഹോദരനെ പോലെ കണ്ട് ഞായറാഴ്ചയൊക്കെ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ അവിടെ നിന്നാണ് ഭക്ഷണം എനിക്ക് തരിക. അവരാണ് ഭയങ്കര സപ്പോർട്ട് എനിക്ക് ചെയ്തിട്ടുള്ളത്. ആ ചേച്ചി വളരെയേറെ എന്നെ സ്നേഹിച്ചു. മത്തായി ചേട്ടൻ എന്ന് പറഞ്ഞ സഹോദരനാണ് എൻ്റെ ഈ കാര്യത്തിൽ വഴിത്തിരിവായ ഒരു വ്യക്തി, ആത്മീയ പിതാവ് എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്ന അദ്ദേഹത്തെയാണ്. കാരണം അദ്ദേഹമാണ് ക്രിസ്തുവിലേക്ക് നടക്കുവാനായിട്ട് എന്നെ കരം പിടിച്ച് നടത്തിയത്. ഇവരൊക്കെ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഇവരൊക്കെ കണ്ടപ്പോൾ അതിശയപ്പെട്ടു. ഈ ചിന്നക്കുട്ടി ചേച്ചി പറയാ, ഞാൻ ഇന്നലെ വരെ രാംദാസിന് വേണ്ടി പ്രാർത്ഥിച്ചോളൂ, ഇന്നലെ വരെ. ഇനി പ്രാർത്ഥിക്കണില്ല രാംദാസിന് വേണ്ടി, ഞങ്ങൾ ഇനി പ്രാർത്ഥിക്കണില്ല, രാംദാസ് തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല എന്ന് തീരുമാനിച്ചതിന്റെ പിറ്റേ ദിവസം എന്നെ വീണ്ടും ദൈവകൃപയില് കർത്താവ് കൂട്ടിക്കൊണ്ട് അവരുടെ മുമ്പിൽ നിർത്തി. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് പറഞ്ഞ ദീർഘവർഷങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ചിലർക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കും. 1 ദിവസം, 2 ദിവസം, 1 മാസം, 1 വർഷം, 2 വർഷം പ്രാർത്ഥിക്കും. പക്ഷെ നിരാശപ്പെടാതെ, പ്രത്യാശ മടുത്തു പോകാതെ പ്രാർത്ഥിക്കേണ്ടതെന്ന് പറയേണ്ട കർത്താവ്. അപ്പം മടുത്തു പോകാതെ പ്രാർത്ഥിച്ചുകൊണ്ട് അവർ എനിക്ക് വേണ്ടി ദൈവത്തോട് മധ്യസ്ഥം നിന്ന് പ്രാർത്ഥിച്ചു. സ്തോത്രം. ഒരുപക്ഷെ അതിൻ്റെയും കൂടി ഫലമാകാം, അവരുടെ ആ കണ്ണുനീര് കണ്ടിട്ടാകാം വീണ്ടും എന്നെ കർത്താവ് ഈ ദൈവകൃപയിലേക്ക് കൊണ്ടുവന്നു. സ്തോത്രം. പറയാം, എന്നെ തെരഞ്ഞെടുത്തത് ഞാൻ ജനിച്ചതിന് ശേഷമല്ല, നമ്മ ഓരോരുത്തരും തെരഞ്ഞെടുത്ത ജനിച്ചതിന് ശേഷമല്ല, ലോകസ്ഥാപനത്തിന് മുമ്പാണ് ക്രിസ്തുവിൽ നമ്മെ അവൻ തെരഞ്ഞെടുത്തത് എന്നതുകൊണ്ടാണ് പറയുന്നത്. അവൻ തെരഞ്ഞെടുത്തവരാരും പിതാവ് എൻ്റെ കയ്യിൽ തന്നതൊന്നും നഷ്ടപ്പെട്ടു പോകാതെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണമെന്നാകുന്നു എൻ്റെ പിതാവിൻ്റെ ഇഷ്ടമെന്ന് കർത്താവ് പ്രഖ്യാപിച്ചു. അപ്പോൾ നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ജഡികങ്ങളിൽ, ഇത് ജഡികമാണ്, ഇത് ഇന്ന വ്യക്തിയിൽ കൂടെ ഇന്ന സാഹചര്യങ്ങൾ കൂടി സംഭവിച്ചതാണെന്ന് പിശാച് നമ്മുടെ ഉള്ളിൽ വന്ന് മന്ത്രിക്കും. മനസ്സിലാക്കണം, ഇന്ന കുറവുകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ട് എന്ന് ദൈവമായിട്ട് എനിക്ക് വെളിപ്പെടുത്തി തരുന്നതാണ് എന്ന് നാം മനസ്സിലാക്കണം. ദൈവത്തിന് സ്തോത്രം. ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ പോരിന്റെ ആയുധം, ജഡികമായ ആയുധം കൊണ്ടാണ് നാം നേരിടാൻ പോകുന്നതെങ്കിൽ ആർക്കാണ് നഷ്ടം ഉണ്ടാകുക? അത് എനിക്ക് തന്നെയാണ് നഷ്ടം ഉണ്ടാകുക. പഴയ നിയമത്തിൽ ഇന്നെ കുറ്റം ചെയ്തവനെ കല്ലെറിഞ്ഞു കൊല്ലണം, നശിപ്പിക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെ പ്രഖ്യാപിച്ചിരുന്നു, അല്ലെ? തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം, അവൻ കൊല്ലപ്പെടണം. പക്ഷെ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തില് തന്റെ ഗിരിപ്രഭാഷണ ആരംഭത്തിൽ കർത്താവ് പറയാണ്, നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല. എന്നിട്ട് കർത്താവ് പറയുന്ന ചില കാരണങ്ങളുണ്ട്. പഴയ നിയമത്തിൽ നിന്നും കൽപ്പനകളിൽ നിന്നൊക്കെ എടുത്തു പറയുന്ന ചില കാര്യങ്ങൾ കർത്താവ് വ്യാഖ്യാനിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 5-ാം അധ്യായം എടുത്താട്ടെ. മത്തായി 5-ന്റെ 20 21 വായിച്ചാൽ മതി. ആ കാര്യം പറഞ്ഞതിന് ശേഷം കർത്താവ് അത് തെളിയിപ്പിക്കാൻ വേണ്ടി, എങ്ങനെയാകണം നമ്മുടെ നീതി എന്ന് മനസ്സിലാക്കാൻ വേണ്ടി
അത് തന്റെ ശിഷ്യന്മാരോട് അവതരിപ്പിക്കുകയാണ്. കുല ചെയ്യരുത് എന്നും ആരെങ്കിലും കുല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്നും പൂർവന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ കുല ചെയ്യരുത്, കൊലപാതകം ചെയ്യരുത്. കൊലപാതകം ചെയ്യുകയാണെങ്കിൽ അവൻ തീർച്ചയായും ശിക്ഷാവിധിക്ക് യോഗ്യനാകും. സ്തോത്രം. അപ്പോ പഴയ നിയമാടിസ്ഥാനത്തിൽ, അതായത് ന്യായപ്രമാണം വെച്ചുകൊണ്ട് എനിക്കൊരാളെ കൊലപാതകം ചെയ്യുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അതിന് പറ്റിയ എൻ്റെ ജഡികമായ ആയുധങ്ങളൊക്കെ കൊണ്ട് എന്തു ചെയ്യും? പ്രതികാരം നടത്താനായിട്ട് പോവുകയാണ്. പ്രതികാരം നടത്താനായിട്ട് പോകുമ്പോൾ ഞാൻ ഉള്ളിൽ ചിന്തിച്ചു, അവനെ കൊലപ്പെടുത്തണം, അവനെ വകവരുത്തണം, അവനെ നശിപ്പിക്കണം, എങ്ങനെയാണ് ഈ ഭൂമിയിൽ നിന്ന് അവൻ ഇല്ലായ്മ ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ പുറപ്പെട്ടു. എന്തോ ഒരു കാരണവശാൽ സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്തത് കൊണ്ട് എനിക്ക് ആ വ്യക്തിയെ കൊലപ്പെടുത്തുവാൻ സാധിച്ചില്ല. പക്ഷെ കർത്താവിന് മുമ്പിൽ ഞാൻ ആരാണ്? ഞാൻ കൊലപാതകയാണ്. ഞാൻ ആ മനുഷ്യനെ എപ്പോൾ വകവരുത്തണമെന്ന് എപ്പോൾ തീരുമാനിച്ചുവോ ആ നിമിഷം ഞാൻ കർത്താവിന്റെ മുമ്പിൽ ഒരു കൊലപാതകയായി മാറി. അവൻ നശിച്ചില്ല, ആ വ്യക്തിക്ക് ഒന്നും സംഭവിച്ചില്ല. പക്ഷെ ഞാൻ ദൈവത്തിന് മുമ്പിൽ തെറ്റുകാരനായോ? തെറ്റുകാരനായി. എന്താണ് കൊലപാതകം? ദൈവജനം വ്യാഖ്യാനിക്കുന്ന കൊലപാതകം എന്താണ്? ശാരീരികമായി മരണപ്പെടുന്നതാണോ? നമുക്കെടുക്കാം യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം. 1 യോഹന്നാൻ 3-ാം അധ്യായം 15-ാമത്തെ വാക്യം. സഹോദരനെ പകയ്ക്കുന്നവൻ എല്ലാം കൊലപാതകനാകുന്നു. സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം കൊലപാതകനാകുന്നു. യാതൊരു കൊലപാതകനും നിത്യജീവൻ ഉള്ളിൽ വസിച്ചിരിപ്പില്ല എന്ന് നിങ്ങൾ അറിയുന്നു. അപ്പൊ എന്ത് ചെയ്യാം? അപ്പൊ എനിക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് എനിക്ക് തോമസിന്റെ അടുത്ത് വരാണ്ടെങ്കിൽ തോമസിനെ കൊല്ലാൻ പറ്റുമോ? എനിക്ക് പറ്റും. തോമസിനെ ഞാൻ വെറുത്ത് കഴിഞ്ഞാൽ തോമസിനെ കൊന്നു. അപ്പൊ എന്നെ തോമസിനൊന്നും സംഭവിച്ചില്ല. തോമസ് ഇപ്പോഴും ഐശ്വര്യവും സന്തോഷത്തോടും സമാധാനത്തോടും തോമസ് ജീവിക്കുന്നു. പക്ഷെ എനിക്ക് എൻ്റെ ഉള്ളിൽ ആ വെറുപ്പ് തോന്നിയ നിമിഷം എന്ത് ചെയ്തു? ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ കൊലപാതകയായി അവതരിപ്പിക്കപ്പെട്ടു. എന്നില് എന്നിട്ട് നിത്യജീവൻ ഉണ്ട് എന്ന് ഞാൻ പ്രഖ്യാപിക്കുകയാണെങ്കിൽ അത് വിഡിത്തല്ലേ? ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് മൂഢനായി തീർന്നു. എന്റെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. അപ്പോൾ മറ്റുള്ളവരോടുള്ള പക, വിദ്വേഷം, വെറുപ്പ് എന്നീ സാഹചര്യങ്ങൾ ഉണ്ടാകുവാൻ തക്കമുള്ള കാരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കിക്കൊള്ളുക, എന്നിൽ ഇന്ന കുറവുകൾ ഉണ്ടായിരുന്നു, ദൈവം എനിക്കത് വെളിപ്പെടുത്തി തന്നതാണ് എന്നോർത്ത് അനുതപിച്ച് ദൈവത്തിന് മുമ്പിൽ കീഴടങ്ങുക. അതാണ് നമ്മുടെ ആവശ്യം. അതാണ് നമ്മുടെ ആവശ്യം. കൊലപാതകത്തെക്കുറിച്ച് പറഞ്ഞു. ഇനി അടുത്തത് മത്തായി 5-ാം അധ്യായത്തിൽ തന്നെ നമ്മൾ ബാക്കി വായിക്കാനുള്ള കാര്യങ്ങൾ 27-ാമത്തെ വാക്യം. മത്തായി 5:27. വ്യഭിചാരം ചെയ്യരുത് എന്ന് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവൻ എല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. കേട്ടോ, സ്ത്രീയെ മോഹത്തോടുകൂടി, ലൈംഗിക താല്പര്യത്തോടുകൂടി ഒരു സ്ത്രീയെ നോക്കിക്കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് പോലും പറ്റുമോ? ഒരു സ്ത്രീ ഇങ്ങനെ റോട്ടിൽ കൂടെ നടന്നു പോവാണ്, നമ്മൾ ഒളിച്ചിരുന്നുണ്ട്, ആ സ്ത്രീ പോലും കാണാതെ ആ സ്ത്രീയെ മോഹിക്കുക. ആ സ്ത്രീ പോലും അറിഞ്ഞിട്ടില്ല, പക്ഷെ ഞാൻ മോഹിച്ചു പോയി. അപ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ ആരായി തീർന്നു? ഒരു വ്യഭിചാരിയായി തീർന്നു. ആ സ്ത്രീക്കൊന്നും പറ്റിയിട്ടില്ല. നേരെ മറിച്ച് ബലാത്സംഗമോ അല്ലെങ്കിൽ എന്തെങ്കിലും ആ സ്ത്രീ ആ കൂട്ടത്തിൽപ്പെട്ടവരാണെങ്കിൽ അപ്പോൾ നടത്തുന്ന ലൈംഗിക വീഴ്ച അത് പഴയ നിയമത്തിൽ എന്തായിരുന്നു? ശാരീരികമായി ബന്ധപ്പെടുന്ന ആ പാപം പഴയ നിയമത്തിൽ വ്യഭിചാരമായിരുന്നു. പുതിയ നിയമത്തിൽ ഇപ്പോൾ വ്യഭിചാരം തന്നെയാണ്. പുതിയ നിയമത്തിൽ വ്യഭിചാരം തന്നെ. പക്ഷേ അതിലുപരിയായി നമ്മുടെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന ഈ പാപം ഉണ്ടോ എന്ന് നമ്മെ അറിയിക്കേണ്ടതിന് വേണ്ടി സുന്ദരിയായ ഒരു സ്ത്രീ പോകുമ്പോൾ നമ്മുടെ ഉള്ളൊരു വികാരം ഉണർത്തും.
വികാരം ഉണർന്നു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, കർത്താവേ, എന്നിൽ ഈ അശുദ്ധി ഇപ്പോഴും കുടികൊള്ളുന്നുണ്ടല്ലോ കർത്താവേ, അതുകൊണ്ട് ഇതെന്നിൽ നിന്ന് എടുത്തു മാറ്റണേ. എനിക്ക് ഇതുപോലുള്ള ദുർമോഹങ്ങളോ അല്ലെങ്കിൽ മറ്റ് അശുദ്ധ മോഹങ്ങളോ ഒന്നും ഇല്ലാതെ ജീവിപ്പാൻ, വിശുദ്ധനായി ജീവിപ്പാൻ കൃപ നൽകണേ എന്ന് പ്രാർത്ഥിക്കാൻ തക്കവണ്ണം ഒരു അവസരം ഒരുക്കി തരേണ്ടതിന് ദൈവം എന്ത് ചെയ്യും? സുന്ദരിയായൊരു സ്ത്രീയെ നിന്റെ മുമ്പിൽ കൊണ്ടുവരും, അല്ലെങ്കിൽ നിന്റെ മുന്നിലൂടെ കടത്തിവിടും. സ്തോത്രം. അപ്പൊ എന്ത് മനസ്സിലാക്കണം? നമ്മളെ ജഡിക മോഹങ്ങൾ കൊണ്ട് അതിനെ അനുകൂലമായി തീർന്നുകൊണ്ട് അപ്പൊ പിശാച് പറയും, നോക്കിടാ ഒരു സുന്ദരിയായ സ്ത്രീ, ആള് പക്ഷേക്കാന്നുകൊണ്ട് മുട്ടിയോക്ക് ഇന്ന രീതിയിലാണെന്നൊക്കെ പറയും. പക്ഷെ എന്ത് ചെയ്യണം? ആ മോഹം ഉള്ളിൽ വരുമ്പോൾ പിശാചിന് നാം ചെവി കൊടുക്കരുത്, ജഡികമായി നാം പ്രതികരിക്കരുത്, പകരം ആത്മീയമായി പ്രതികരിക്കും. നേരത്തെ കേട്ടതുപോലെ ജഡമോഹങ്ങളെ ആത്മാവിന്റെ ഫലം കൊണ്ട്, ആത്മാവിന്റെ പ്രവൃത്തി കൊണ്ട് നാം നേരിടണം. അതാണ് ഒരു ദൈവ മനുഷ്യനെ കുറിച്ച്, ഒരു ക്രിസ്തു ശിഷ്യനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. സ്തോത്രം. അപ്പോ നമ്മൾ നേരത്തെ കേട്ടു കൊലപാതകം, വ്യഭിചാരം. ഇനി 38-ാം വാക്യം, മത്തായി 5-ാം അധ്യായം തന്നെ 38-ാമത്തെ വാക്യം. കണ്ണിനു പകരം കണ്ണും പല്ലിനു പകരം പല്ലും എന്ന് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, ദുഷ്ടനോട് എതിർക്കരുത്. നിന്നെ വലത്തെ ചെകിടത്ത് അടിക്കുന്നവന് മറ്റേതും തിരിച്ചു കാണിക്കുക. ദുഷ്ടനോട് എതിർക്കരുതെന്ന് പറഞ്ഞാൽ പിശാചിനോട് എതിർക്കുന്നതാണോ? ദുഷ്ടൻ പിശാച് ദുഷ്ടനാണെന്നാണല്ലോ പറയണത്. പിശാചിനോട് എതിർക്കണം എന്ന് പറയണത് അല്ലേ? പിശാചിനോട് ചെറുത്ത് നിൽക്കണം എന്ന് പറയണത്. അപ്പൊ നമുക്ക് പിശാച് ദുഷ്ടനാണെങ്കിൽ നമുക്ക് അടികൊള്ളാൻ പാടുണ്ട? പിശാചാണ് നമ്മൾ അടിച്ചിന് അടികൊള്ളാൻ പാടില്ല. അവനെ ചെറുത്ത് നിൽക്കേണ്ട ദൈവത്തിന്റെ സർവായുധ വർഗം ധരിക്കാൻ പറഞ്ഞ്. അപ്പൊ ദുഷ്ടനോട് എതിർക്കരുത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ലും എന്ന് നിങ്ങൾ അരുളി ചെയ്തത് കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നു, ദുഷ്ടനോട് എതിർക്കരുത്. നിനക്കെന്തെങ്കിലും നഷ്ടം വരുത്തി വെക്കുന്നതിനോട് അവന് മറ്റൊരു നഷ്ടം നീയായിട്ട് വരുത്തി വെക്കരുത്. നിന്നെ ഒരു ചെകിടത്തടിച്ചു കഴിഞ്ഞാൽ അവന്റെ പുറം തല്ലി പൊളിക്കലല്ല നമ്മുടെ പണി. നമ്മുടെ പണി എന്താണ്? നീ തല്ലിക്കോ 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 എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കണം. ഇത് നേരം പോക്കിന് പറഞ്ഞത് കർത്താവ്. നിന്റെ വലത്തെ ചെകിടത്തടിക്കുന്നവന് മറ്റേതും തിരിച്ചു കാണിക്കുക. കാണിച്ചു കൊടുക്കണം. അവന് ഒന്നുകൂടെ കളിക്കാൻ എളുപ്പമായിട്ടൊന്ന് കാണിച്ചു കൊടുക്കണം. അവന്റെ സൗകര്യത്തിന് ഒന്നും കൊടുക്കണം, അടിച്ചോട്ടെ. എതിർക്കരുത്. ദുഷ്ടനോട് എതിർത്തിട്ട് കാര്യമില്ല. കാരണം ഈ ദുഷ്ടത്തരം പ്രവർത്തിക്കുന്നത് മനുഷ്യനല്ല, മനുഷ്യനിൽ പിശാചിന്റെ പ്രവർത്തികൾ അത്രേ. ഒരു വ്യക്തിയിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ അനുഭവിക്കുമ്പോൾ നാം മനസ്സിലാക്കണം, ചിന്തിക്കണം, കർത്താവേ എന്തുകൊണ്ടെന്ന് പ്രാർത്ഥിക്കണം. അപ്പൊ കർത്താവ് ഒരു പരിഹാരം തരും. എന്നിലെ പ്രതികാരമോഹം അല്ലെങ്കിൽ പ്രതികാരം ചെയ്യാനുള്ള ഒരു പ്രവണത എന്നിലുണ്ടോ എന്ന് കാണിക്കേണ്ടതിന് വേണ്ടി ദൈവം അങ്ങനെ ഒരു അവസരം കൊണ്ടുവരും. അപ്രതികാരമാവും എന്നിലുണ്ടെങ്കിൽ ഞാൻ എന്നെ പ്രതികാര നടപടികളിൽ കടക്കും. ഒന്ന് അതാ ഒരു പ്രതിസന്ധിയുടെ കാരണം. കർത്താവ് കാണിച്ചത് നിന്നിൽ ഇന്ന കാര്യമുണ്ട് എന്ന് കാണിച്ചു തരും. മനസ്സിലായോ? പിന്നെ ഇത് മനുഷ്യനാണ് ഇത് ചെയ്തതെങ്കിലും, മനുഷ്യരാണ് ഇത് പറഞ്ഞതെങ്കിലും, ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രേരക ശക്തി പിശാചാണ്. അപ്പൊ അവനോട് എങ്ങനെ എതിർത്ത് നിൽക്കേണ്ടത്? അവനാണ്ടറിഞ്ഞ അപ്പൊ കൈയോടി പൊട്ടിക്കുക, അപ്പം മിണ്ടാണ്ടാവും. അതല്ല, അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇതിന്റെ പിന്നിൽ എന്നെ തകർക്കുക എന്ന ഗൂഢലക്ഷ്യമാണ് പിശാചിന്റെ കയ്യിലുള്ളതെന്ന് മനസ്സിലാക്കി ദൈവിക സന്നിധിയിൽ താഴ്മയോടെ നിന്ന് നേർത്തപ്പെട്ടതുപോലെ സ്വയം ശൂന്യനാക്കിക്കൊണ്ട് മനുഷ്യരുടെ മുമ്പിൽ ഏൽപ്പിച്ചു കൊടുക്കുക. എന്നിട്ട് പ്രാർത്ഥനാ മുറിയിലേക്ക് വരണം. പ്രാർത്ഥനാ മുറിയിൽ വന്ന് പിതാവിന്റെ സന്നിധിയിൽ മുട്ടുമടക്കി കർത്താവിനോട് പ്രാർത്ഥിക്കണം. കർത്താവേ, ഇത് ഇവനിലൂടെ പ്രവർത്തിച്ചത് അവനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കർത്താവെ, ഒരു പക്ഷേ അങ്ങ് തന്നെയാവാം എന്നിലുള്ള കുറവുകൾ വെളിപ്പെടുത്താൻ വേണ്ടി ആ വ്യക്തിയിൽ കൂടെ അങ്ങനെ പ്രവർത്തിച്ചത്. പക്ഷെ അതുകൊണ്ട് കർത്താവെ, എന്നിലുള്ള കുറവ് കാണിച്ചു തരാൻ എന്നെ സഹായിച്ചല്ലോ എന്ന് പറഞ്ഞ് കർത്താവിന് നന്ദി പറയണം. എന്നിട്ട് പറയണം,
കർത്താവെ അവൻ ചെയ്തുവെങ്കിലും അവൻ ഇതിനെ പ്രേരിപ്പിച്ചത് പിശാചാണ്. പിശാചിനോട് എതിർത്ത് നിൽക്കുവാൻ എന്നെ സഹായിക്കണം. മാത്രമല്ല ആ സഹോദരനെ അല്ലെങ്കിൽ ആ സഹോദരിയെ പിശാചിന്റെ കയ്യിൽ നിന്നും വേർപ്പെടുത്തണമെന്ന് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുക. കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുക. അല്ലാതെ നമ്മോട് വക്കാണിക്കാൻ വരുന്നവരോട് നമ്മൾ എന്ത് ചെയ്യരുത്? വക്കാണിക്കാൻ പോകരുത്. അതേ നാണയത്തിൽ തിരിച്ചടിക്കുവാനുള്ള ഒരു നിയമം ക്രിസ്തീയ ശിഷ്യനില്ല. ക്രിസ്ത്യാനികൾക്കുണ്ടായിരിക്കും, പക്ഷെ ഞാൻ പറയുന്നു ക്രിസ്തീയ ശിഷ്യയ്ക്കോ ശിഷ്യനോ ഇല്ല. അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കാനുള്ള വ്യവസ്ഥ വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞെങ്കിൽ അതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണെന്ന് കർത്താവ് നമ്മെ പഠിപ്പിച്ചതാണ്. നമ്മുടെ ഉള്ളിൽ പ്രതികാര മനോഭാവം, പ്രതികാരം ദൈവത്തിനുള്ളത്. ആ വ്യക്തിയോട് ദൈവം പ്രതികാരം ചെയ്തോട്ടെ. ഇപ്പോ യൂദാസ് സ്കറിയോത്ത കർത്താവിന് ഒറ്റി കൊടുത്തു. കർത്താവ് യൂദാസിന് വെറുത്തോ? യൂദാസിന് വെറുത്തില്ല. പക്ഷേ ആ മനുഷ്യനെ കുറിച്ച് കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ആ മനുഷ്യൻ ഇരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ആ മനുഷ്യൻ ജനിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. ഇപ്പോ അവസരം ഒരുക്കിയത് ഇപ്പൊ യൂദ പണത്തിന് വേണ്ടിയിട്ടാണ് യൂദ ഇത് ചെയ്തത്. 30 വെള്ളിക്കാശിന് വേണ്ടിയിട്ടാണ് യൂദ ചെയ്തത്. പക്ഷെ അവൻ ആ 30 വെള്ളിക്കാശ് ഉപകരിച്ചോ? ഇല്ല. അവസാനവൻ കെട്ടി ഞാൻ ചത്തുകളഞ്ഞു. അപ്പൊ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കിക്കൊള്ളുക, അങ്ങനെ ആരും നശിക്കണമെന്ന് നമുക്ക് ആഗ്രഹം പ്രാർത്ഥിക്കണം. കർത്താവെ, ഒരു പക്ഷേ ആ വ്യക്തിയിലൂടെ പ്രവർത്തിച്ചത് പിശാചിന്റെ പ്രേരക ശക്തി കൊണ്ട് വ്യക്തി പറഞ്ഞതാകാം. അതുകൊണ്ട് ആ വ്യക്തിയോടല്ല നമ്മൾ സംസാരിക്കേണ്ടത്, ദൈവത്തോട് സംസാരിച്ച് ആ വ്യക്തിക്ക് വേണ്ടി മാധ്യസ്ഥം നിന്ന് പ്രാർത്ഥിക്കുക. അതാണ് ശ്രേഷ്ഠമായ പ്രാർത്ഥനകളിൽ ഒന്ന്. എന്താ പറഞ്ഞത്? കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നും. 43-ാമത്തെ വാക്യം, മത്തായി 5:43. കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നും ശത്രുവിനെ പകയ്ക്ക എന്നും അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തന്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യിക്കുകയും ചെയ്യുന്നുവല്ലോ. സ്തോത്രം. കൂട്ടുകാരൻ സ്നേഹിക്കാമെന്നും. കാരണം കൂട്ടുകാരന്മാര് നമ്മൾ എന്തിനും തെറ്റി പറഞ്ഞ് നമ്മൾ വെറുക്കുവോ? കൂട്ടുകാരൻ നമ്മൾ വെറുക്കില്ല. കാരണം അവന്റെ അറിവില്ലായ്മ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകും, അല്ലെങ്കിൽ അവനെ സഹിക്കും, അല്ല അവനോട് ക്ഷമിക്കാനുള്ളൊരു സ്നേഹം നമുക്ക് അവനോടുണ്ട്. പക്ഷെ നമ്മൾ ശത്രുവായി കാണുന്ന അല്ലെങ്കിൽ നമ്മോട് അനുകൂലമല്ലാത്തൊരു വ്യക്തി വന്ന്, നമ്മളുമായിട്ട് ചങ്ങാത്തമില്ലാത്തൊരു വ്യക്തി വന്ന് നമ്മളോടൊരു അസഭ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും വാക്ക് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് വേദനിക്കുന്നത് എന്തുകൊണ്ടാ? നമുക്ക് ആ വ്യക്തിയോട് സ്നേഹമില്ലാത്തതുകൊണ്ട്. നമുക്ക് ആ വ്യക്തിയോട് സ്നേഹമില്ല. അതാണ് യഥാർത്ഥ അർത്ഥം. പിതാവ് എന്ത് ചെയ്യുന്നു? പിതാവ് വെയിലും മഴയും അയക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാ? പിതാവ് ദുഷ്ടന് വേണ്ടിയിട്ടാണോ അയക്കണേ? നീതിമാന് വേണ്ടിയിട്ടാണോ? പിതാവിന്റെ അനുഗ്രഹം ഈ ഭൂമിക്ക് വേണ്ടി നൽകുന്നതാ. വെയിലും മഴയും ഈ ഭൂമിയിൽ ജീവിക്കുന്ന സകല മാനവജാതിക്കും വേണ്ടി നൽകുന്നതാ. അവൻ കൃഷി ചെയ്ത് ആ കൃഷി ഫലം അനുഭവിച്ച് തിന്നു കുടിക്കേണ്ടതിന് വേണ്ടിയിട്ട്, അവന്റെ ജീവനം നടക്കേണ്ടതിന് വേണ്ടി ദൈവം അയക്കുന്നത് ആ വെയിലും മഴയും. ഇപ്പൊ നമ്മൾ കുറച്ചു കാലം മഴയില്ലാതിരുന്നപ്പോൾ ഓഗസ്റ്റിൽ മഴ പെയ്തിട്ടില്ല. ജൂലൈ ആദ്യ വാരത്ത് 3-4 ദിവസം പെയ്തു. ജൂലൈ അവസാന വാരവും ഒരു 3-4 ദിവസം പെയ്തു. പിന്നെ ഓഗസ്റ്റിൽ മഴയുണ്ടായില്ല. പിന്നെ മഴ പെയ്തത് സെപ്റ്റംബറിലാണ് വീണ്ടും മഴ തുടങ്ങിയത്. നമ്മളൊക്കെ പവച്ചു മഴ പെയ്യില്ലേ? ഞാൻ പറഞ്ഞില്ലേ മഴ വരും. ഞാൻ ഒരിക്കൽ പ്രസംഗിച്ച് പറഞ്ഞിരുന്നു, ഇപ്പൊ മഴയില്ല എന്നുകൊണ്ട് വിഷമിക്കേണ്ട, മഴ വരും. എന്താണ്? പ്രകൃതി ഓരോന്നും അതതിന്റെ കാര്യങ്ങൾ ഉത്തരവാദിത്വത്തോടുകൂടി, ഓരോ ഗോളങ്ങളും ഒരു സൂര്യനും ചന്ദ്രതാരങ്ങളൊക്കെയും അതതിന്റെ ഉത്തരവാദിത്വം നിറവേറ്റുന്നുണ്ട്. ദൈവത്തിന്റെ സൃഷ്ടികള് അവരൊക്കെയും ഒരു കടുകട മാറ്റമില്ലാതെ ദൈവത്തിന്റെ വാക്ക് കേട്ടനുസരിച്ച് ചെയ്യുമ്പോൾ, എന്നാൽ ദൈവത്തിന് തുല്യമായി ദൈവത്തിന്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ തെറ്റ് ചെയ്യുന്നു. അവന്റെ ഭാവഭേദങ്ങൾ മാറുന്നു. എന്തുകൊണ്ട് മാറുന്നു ഇപ്പൊ അറിയില്ലേ? അവന്റെ സ്വഭാവം പറയാൻ പറ്റില്ല. എപ്പോഴവന്റെ സ്വഭാവം മാറുന്നു പറയാൻ പറ്റില്ല. എപ്പോഴവന്റെ സ്വഭാവം എപ്പോഴാ മാറുക നമുക്ക് പറയാൻ പറ്റില്ല. അത്തരത്തിൽ മനുഷ്യൻ അധപതിച്ചു പോയിരിക്കുന്നു.
എന്താ പറയിക്കാം വ്യക്തിയോട് ഇന്ന കാര്യം പറയാൻ പേടിയ, കാരണം ആ വ്യക്തി എങ്ങനെയാണ് പ്രതികരിക്കാന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എന്തുകൊണ്ടങ്ങനെ ഭാവങ്ങൾ മാറുന്നത്? സാഹചര്യങ്ങൾക്കനുസരിച്ച് മനുഷ്യന്റെ ഭാവഭേദങ്ങൾ മാറുന്നത് എന്തുകൊണ്ട്? ഇപ്പോ ഇന്നത്തെ സഭായോഗം കഴിഞ്ഞ് നമ്മൾ പതിവ് പോലെ സ്തോത്രം കൊടുക്കില്ല, ഒരിക്കലേ സ്തോത്രം കൊടുക്കും. നമ്മൾ സ്തോത്രം കൊടുത്താൽ മതി, സാഹോദര്യത്തിൽ എല്ലാവർക്കും സ്തോത്രം കൊടുത്താൽ മതി. സ്തോത്രം കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? ചിലപ്പോൾ നമ്മൾ ഇഷ്ടമില്ലാത്തവർക്ക് സ്തോത്രം കൊടുക്കില്ല. അങ്ങനെ ദുഷ്ടന്മാർക്ക് പ്രത്യേക മഴയും നീതിമാന്മാർക്ക് പ്രത്യേക ദിവസം മഴയാണോ ദൈവം അയക്കുന്നത്? അല്ല, ദൈവം അതിന്റെ സമയത്ത് അത് അയച്ചുകൊണ്ടിരിക്കും. നമ്മൾ സ്തോത്രം കൊടുക്കുമ്പോൾ കൂട്ടുകാരന് കൈപിടിച്ച് ഒന്നുകൂടി കെട്ടിപ്പിടിച്ച് ഒന്നുകൂടി മറ്റവരോട് നിസ്സംഗഭാവത്തിൽ തൊട്ടില്ല എന്നുള്ള രീതിയിൽ കൈ കൊടുക്കും. പക്ഷെ അതല്ല, നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മൾ കൂട്ടുകാരോട്, നമ്മെ സ്നേഹിക്കുന്നവരോട് ഉള്ള സ്നേഹത്താൽ ഉപരിയായി ശത്രുക്കളോട് നമുക്ക് സ്നേഹമുണ്ടായിരിക്കണം. പറഞ്ഞതിന്റെ മുഴുവൻ അർത്ഥം എല്ലാവരോടും തുല്യ സ്നേഹത്തിലായിരിക്കണമെന്ന്. ദുഷ്ടന്മാരുടെ മേലും നീതിമാന്മാരുടെ മേലും ഒരുപോലെ മഴ അയക്കുന്ന ദൈവത്തിന്റെ അതേ മനോഭാവം തന്നെയായിരിക്കണം നമുക്ക് ഓരോരുത്തർക്കുമെന്ന്. എന്നാലേ നമ്മൾ ദൈവത്തിന്റെ പുത്രന്മാരെന്ന്, ദൈവത്തിന്റെ മക്കളെന്ന് നമുക്ക് അവകാശപ്പെടാൻ അർഹതയുള്ളൂ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അവൻ അധികാരം നൽകി. പക്ഷേ എങ്ങനെ ദൈവമക്കളാകുവാൻ തക്കവണ്ണമുള്ള കാര്യങ്ങൾ ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതാ സമയങ്ങളിൽ ദൈവം കേൾപ്പിക്കുമ്പോൾ അതനുസരിക്കുക മാത്രമാണ് നമ്മുടെ ചുമതല. സ്തോത്രം. അപ്പൊ അതുകൊണ്ട് നമ്മള് അനുകൂലമില്ലാത്തവരുടെ ശത്രുക്കളെ കാണുന്നതും നമുക്ക് അനുകൂലമുള്ളവരോട് മിത്രങ്ങളെ കാണുന്നതും ഇത് സ്വർഗസ്ഥനായ പിതാവിന്റെ പുത്രന്മാർക്ക് അല്ലെങ്കിൽ പുത്രിമാർക്ക് പറ്റിയ സ്വഭാവമല്ല എന്ന് പറയുവാൻ എനിക്ക് ഒട്ടും ലജ്ജയില്ല, ഭയവുമില്ല. സ്തോത്രം. മനസ്സിലായല്ലോ? അപ്പോൾ ഈ നീതി, മറ്റേ നീതി എവിടെയാ? പ്രതികാരം ചെയ്യുന്നതും ജഡികമായ ആയുധങ്ങൾ ഉപയോഗിക്കുന്നതും ജഡികമായ വാക്കുകൾ സംസാരിക്കുന്നതും ആരുടെ നീതിയാ? അത് പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയാ. ഈ നീതി ധരിക്കണമെന്നാണോ കർത്താവ് പറഞ്ഞത്? നീതി എന്ന കവചം, ഈ നീതി നാം ധരിക്കണമെന്നാണോ പറയുന്നത്? ഈ നീതിയല്ല നാം ധരിക്കേണ്ടത്. ദൈവം നമുക്ക് കാണിച്ചു തന്ന ഈ പറഞ്ഞ മാതിരിയുള്ള നീതിയാണ് ദൈവിക കവചമായി നാം ധരിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ പ്രത്യേകമായി കവചമെന്ന് നാം ധരിക്കേണ്ട ആ നീതി നമ്മുടെ ചുറ്റുമുണ്ടെങ്കിൽ എന്താ കർത്താവ് പറഞ്ഞത്? ആ കവചത്തിന്മേൽ ഒരമ്പും വന്ന് തറയ്ക്കുകയില്ല. ദുഷ്ടനയക്കുന്ന ഒരമ്പും വന്ന് തറയ്ക്കുകയില്ല. നമ്മുടെ കവചം അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകില്ല. ഈ നീതിയായിരിക്കണം ശാസ്ത്രിമാരുടെയും പരീക്ഷന്മാരുടെയും നീതിയെ കവിയുന്ന നീതിയായിരിക്കണം നാം മാർച്ചട്ടയായി ധരിക്കേണ്ടത്. ദൈവത്തിന്റെ സർവായുധം എന്ന് പറഞ്ഞാൽ പടയാളികൾ ധരിക്കുന്ന, അന്ന് കാലത്ത് റോമൻ പടയാളികൾ ധരിച്ചിരുന്ന ആയുധത്തിന്റെ, അതായത് പ്രതിരോധ കവചങ്ങളുടെ കാര്യമാണ്. മാർച്ചട്ട, അരപ്പട്ട, തൊപ്പി, ചെരുപ്പ്, പരിച, വാള്, ഇതൊക്കെ അന്ന് ആയുധമായി ധരിച്ചിരുന്നതാ. അതിനോട് ഉപമിച്ചാണ് പറയുന്നത്. പക്ഷെ നാം ധരിക്കേണ്ടത് ഈ പ്രത്യക്ഷമായി കാണുന്ന ശരീരത്തിലല്ല, നാം ആത്മാവിലാണ്, അത് അകത്തെ മനുഷ്യനിലാണ് നാം ഇത് ആയുധമായി ധരിക്കേണ്ടത്. നമ്മുടെ നീതി പരീക്ഷന്മാരെയും ശാസ്ത്രിമാരെയും കവിയുന്ന നീതി നമ്മുടെ പുറത്തേക്കാണോ വെളിപ്പെട്ടു വരേണ്ടത്? പുറത്തേക്ക് വെളിപ്പെടണമെങ്കിൽ അകത്തു വേണ്ടേ? അല്ലാത്തതൊക്കെ എന്ത് ചെയ്യും? മുക്കുപണ്ടം പോലെ ഇരിക്കും. സ്വർണത്തില് ചെമ്പോണ്ടോ മറ്റേതെങ്കിലും ലോഹം കൊണ്ടോ ഉണ്ടാക്കുന്ന ഒരു പവൻ തങ്കം എന്നൊക്കെ കിട്ടില്ലേ, 1 ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ ആഭരണങ്ങൾ, അതിന്റെ മെറ്റില് വേറെയാ. പക്ഷെ അത് സ്വർണ്ണത്തിൽ നിന്ന് ലായനിയിൽ മുക്കി കഴിഞ്ഞാൽ അത് പുറത്തേക്ക് സ്വർണ്ണമായിട്ട് നിന്നു. പക്ഷെ ഒരു സ്ക്രാച്ചോ അല്ലെങ്കിൽ പൊട്ടലോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ തനി നിറം പുറത്തേക്ക് വരും. അപ്പൊ മനസ്സിലാക്കാതെ മുക്കുപണ്ടാണ്. ഇതാണ് കപടഭക്തി എന്ന് പറയുന്നത്. എന്തെങ്കിലും വൈകാരികപരമായിട്ട് നാം എന്തെങ്കിലും സംഭവങ്ങളെ ജഡികായുധങ്ങളുമായി നേരിടുമ്പോൾ മനസ്സിലാക്കാം, നാം തനി മുക്കുപണ്ടമാണ്, നാം കപടഭക്തനാണ് എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവർ പറയുന്നത്,
അപ്പൊ കപടത തെളിയിക്കുന്ന, നമ്മുടെ ഉള്ളിൽ അശുദ്ധി തെളിയിക്കുന്ന, നമ്മുടെ ജഡീക പ്രവണതകൾ നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് തെളിയിക്കുന്ന, പോരിന്റെ ആയുധങ്ങൾ എടുക്കാനുള്ള പ്രതികാര മനോഭാവം നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും സംഭവങ്ങൾ വരുമ്പോൾ മൗനമായി നിൽക്കുക, കർത്താവിനോട് പ്രാർത്ഥിക്കുക. ചെയ്യേണ്ട രീതി ചെറിയ കാര്യങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞു തന്നു. അതേ രീതിയിൽ പ്രതികരിക്കുക, പ്രതിരോധിക്കുക. എന്നാൽ അതേ പക്ഷം ശത്രു വരുത്തുന്ന ചില സംഗതികളുണ്ട്. ശത്രു വരുത്തുന്ന ഒരു ആയുധം ഞാൻ പറയാം. ഡയറക്റ്റ് വരുത്തുന്ന ഒരു ആയുധം നമുക്ക് പറയാം. ഡയറക്റ്റ് വരുത്തുന്ന ഒരു ആയുധമാണ് ഭയം. അവന്റെ തന്ത്ര, അവൻ നേരിട്ടായത്, അവന്റെ ആയുധവർഗമൊക്കെ പരാജയപ്പെട്ടു. എന്ത് ചെയ്തു? അവനെടുത്ത ആയുധങ്ങളൊക്കെയും കർത്താവ് പരാജയപ്പെടുത്തി. ക്രൂശുമേൽ അവിടെ മേൽ ജയോത്സവം കൊണ്ടാടി, സർവായുധം അവിടെ വെപ്പിച്ച് ജയോത്സവം കൊണ്ടാടി കർത്താവ്. ഇനി അവനുള്ള തന്ത്രങ്ങളാണ്. തന്ത്രങ്ങൾ എന്ന് പറഞ്ഞ കുതന്ത്രങ്ങൾ. ആ കുതന്ത്രങ്ങളിൽ ഒന്നാണ് ഭയം. ഈ ഭയത്തിനെ പ്രതിരോധിക്കുവാനാണ് എന്തെടുക്കാൻ പറഞ്ഞത്? വിശ്വാസമെന്ന പരിച. ഭയത്തിന് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന ഒന്നാണ് വിശ്വാസം. ദുഷ്ടനയക്കുന്ന ഓരോ തീയമ്പുകളെയും പ്രതിരോധിക്കുവാൻ കർത്താവ് തന്ന വിശ്വാസം മതി. ഇതിങ്ങനെ ഈ ശാരീരികമായി അക്ഷരാർത്ഥത്തിൽ ശരീരത്തിൽ പിടിക്കണം എന്നല്ല പറഞ്ഞത്. നമ്മുടെ ഹൃദയത്തിൽ അകത്തെ മനുഷ്യനിൽ എന്തുണ്ടാകണം? വിശ്വാസം എന്ന പരിചയം ഉണ്ടാകണം. അപ്പോ ശത്രു അയക്കുന്ന ഒരു തീയമ്പും നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എന്നാൽ ഈ ബാധകളൊന്നും നിന്റെ മേൽ അടുക്കുകയില്ല. രാത്രിയുടെ നമുക്ക് വായിക്കാം, ഇത് കാണാണ്ട് മുഴുവൻ കിട്ടില്ല, അതുകൊണ്ടാണ് 91 സങ്കീർത്തനത്തിലാണ് പറയുന്നത്. പകൽ പറക്കുന്ന അസ്ത്രം, 91 സങ്കീർത്തനം 5-ാമത്തെ വാക്യം. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വലത്തുവശത്ത് 1000 പേരും നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്തുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല. അടുത്തു വരികയില്ല? ശത്രു അയക്കുന്ന തീയമ്പുകൾ, പകൽ പറക്കുന്ന അസ്ത്രം, രാത്രിയുടെ സംഹാരം, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരകൻ, ഇതൊന്നും നിന്റെ മേൽ അടുക്കുകയില്ല. എങ്ങനെയായിരുന്നാൽ അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവന് ഇതൊന്നും ഭവിക്കുകയില്ല. അവൻ നമുക്ക് വിശ്വാസം എന്ന പരിചയം തരും. ജോബിന് കഷ്ടതകളൊക്കെ വന്നപ്പോൾ അവന് സകലം നഷ്ടപ്പെട്ടു. സ്വത്തുവകകൾ നഷ്ടപ്പെട്ടു, മക്കൾ നഷ്ടപ്പെട്ടു, ആരോഗ്യം നഷ്ടപ്പെട്ടു. മേത്ത്, അതായത് ശരീരത്തിൽ വ്രണങ്ങളുമായി ഇരുന്ന് ഞരങ്ങുകയാണ് ജോബ്. അതിന്റെ കഷ്ടതയുടെ പരിപൂർണ അവസ്ഥയിലേക്ക് കടക്കുകയാണ്. മരിച്ചു കഴിഞ്ഞാൽ പിന്നൊന്നും അറിയണ്ടല്ലോ. മരിച്ചു കഴിഞ്ഞാൽ അതോടെല്ലാം അവസാനിച്ചു. പിന്നൊന്നും അറിയണ്ട, വേദന അറിയണ്ട, ദുഃഖം അറിയണ്ട. മനസ്സിന് ദുഃഖമില്ല, ശരീരത്തിന് ദുഃഖം, വേദനകളില്ല, ഒന്നുമില്ല. പക്ഷെ ഇത് ജീവിച്ചിരിക്കുകയല്ലേ, എല്ലാം നഷ്ടപ്പെട്ടു. മക്കള്, സമ്പത്ത്, ഭാര്യ അവശേഷിക്കുന്നു, തൻ്റെ ഈ ജീവനം അവശേഷിക്കുന്നു. എന്നിട്ട് ഭാര്യ പറയുക, പോയി ചത്തുവിടറ. ഇത്ര വലിയ ദൈവത്തോട് വിശ്വസത്തോടെ നിന്നിട്ട് നിനക്ക് ഈ ഗതി വന്നില്ലേ, പോയി ചത്തുവിടറാന്ന് ചോദിച്ചില്ലേ? ഭാര്യ ചോദിച്ചോ? ജോബിന്റെ ഭാര്യ. അത് അറിയാത്തവർക്ക് വേണ്ടി വായിക്കാം. ജോബിന്റെ പുസ്തകം 2-ാം അധ്യായം 9-ാമത്തെ വാക്യം. ജോബ് 2:9. അവന്റെ ഭാര്യ അവനോട്, നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? ദൈവത്തെ ത്യജിച്ചു പറഞ്ഞു മരിച്ചു കളക എന്ന് പറഞ്ഞു. അവൻ അവളോട്, ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കുന്നു. നാം ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളരുതോ എന്ന് പറഞ്ഞു. സ്തോത്രം. ഇതിലൊന്നിലും ഇയ്യോബ് അധരങ്ങളാൽ പാപം ചെയ്തില്ല. ജോബ് പാപം ചെയ്തില്ല. ദൈവത്തെ തള്ളിക്കളഞ്ഞിട്ട് മരിച്ചൂടെ, തള്ളി പറഞ്ഞിട്ട് മരിച്ചൂടെ എന്ന് പറഞ്ഞപ്പോൾ അവൻ പിടിച്ചു നിന്നു. അവൻ ദൈവത്തിന്റെ തിന്മയല്ല കണ്ടത്, തിന്മ മാത്രമല്ല കണ്ടത്, അവൻ ചെയ്ത നന്മയും അവൻ കണ്ടു.
നമ്മളിന്ന് എന്തെങ്കിലും ദുഃഖമോ പ്രതിസന്ധികളോ പ്രതികൂല സാഹചര്യമോ രോഗമോ മറ്റെന്തെങ്കിലും അനുഭവിക്കുന്നെങ്കിൽ മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ, ഇതിൽ നിന്നൊരു സത്യം ഞാൻ വിളിച്ചു പറയാം. ദൈവം നമുക്ക് ഈ കഷ്ടത മാത്രമല്ലല്ലോ, അനേക നന്മകളും ദൈവം നമുക്ക് ചെയ്തിട്ടില്ലേ? ഈ കണ്ണുനീര് മാത്രമല്ലല്ലോ ഒന്നും തന്നത്, സന്തോഷവും തന്നിട്ടില്ലേ? എന്നിട്ടൊരു പ്രശ്നം വരുമ്പോൾ ഇത്രമാത്രം സങ്കടപ്പെടാൻ കർത്താവ് നിന്നെ സ്നേഹിക്കുന്നില്ല എന്നാണോ നിന്റെ വിശ്വാസം? നിന്റെ വിചാരം കർത്താവ് നിന്നെ സ്നേഹിക്കുന്നില്ല എന്നാണോ? സ്നേഹിക്കുന്നു. എല്ലാ അറ്റകളും ഉപരിയായി കർത്താവ് സ്നേഹിക്കുന്നു. ഞങ്ങളുടെ വീട്ടില് പൂച്ചക്കുട്ടികളുണ്ട്. പൂച്ചക്കുട്ടികൾ ഇപ്പോൾ ഒരു 11 വരെ ഉണ്ടായി. കാരണം തോമസിന്റെ വീട്ടിലുണ്ടായി, ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു, ഒക്കെ ചത്തുപോയി. ഇനി പൂച്ചക്കുട്ടികളൊന്നും വേണ്ടെന്ന് വിചാരിച്ചാൽ. അപ്പോൾ സാമൂതിരിക്കണേ പൂച്ച മാത്രമല്ല, മനുഷ്യനും പൂച്ചനും പട്ടിനും ഒക്കെ ഇഷ്ടപ്പെട്ട. പട്ടി ഉപദ്രവകാരി ആയതുകൊണ്ട് ഇത്തിരി അകറ്റി നിർത്തുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും? തോമസ് പോയപ്പോൾ ഒരു തള്ളപ്പൂച്ചയും 2 കുഞ്ഞുങ്ങളും അവിടെ വിശേഷിച്ചു. അവർ കൊണ്ടക്കളം തന്നെ കൊണ്ടുപോയില്ല. അപ്പോൾ അത് തൊട്ട അയലക്കത്ത് ഞങ്ങളായതുകൊണ്ട് സാവിത്രിക്ക് പൂച്ച ഇഷ്ടമുള്ളടത്തേക്ക് വരുള്ളൂട്ടാ. പൂച്ചകളും പട്ടികളൊക്കെ ഒന്നും ഇഷ്ടമില്ലാത്തടത്തേക്ക് പോയില്ല. അതിനെ സ്നേഹിക്കുന്നിടത്തേക്ക് വരാനായിട്ട് പ്രത്യേക താല്പര്യം. നമ്മുടെ പോലെ തന്നെ ബുദ്ധി അവർക്കുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? അവർ വന്നു. അപ്പോൾ ചോറും മീനൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അങ്ങനെ അത് പെരുകി. തള്ളപ്പൂച്ചയില്ല, ഈ 2 കുഞ്ഞുങ്ങൾ ആണും പെണ്ണ. അതിങ്ങനെ പെരുകി 11 പൂച്ച വരെയായി. അപ്പൊ കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ സാവിത്രി പറയും, ഒരു പ്രസവത്തില് ഒരു പൂച്ച പെറ്റപ്പോൾ ആ കുഞ്ഞുങ്ങള് കുഞ്ഞുങ്ങളായിരിക്കും എര വന്നിട്ട് കഴുത്തിലൊക്കെ കുത്തിയിട്ട് അവരുടെ ചത്തു വീണു. അപ്പൊ കാര്യം മനസ്സിലാക്കി സാവിത്രി. അവൾക്ക് ഇന്നുണ്ടല്ല പൂച്ചകളോടുള്ള സ്നേഹം പണ്ടേ മുതലുള്ളതാ. അത് അവളുടെ അനിയത്തിയിൽ നിന്നാണ് ഞാനത് കേട്ടത്. ഈ കുഞ്ഞേച്ചിക്ക് ഇപ്പോഴുള്ള ഈ പൂച്ചകളുടെ സ്നേഹം ആദ്യമേ മുതൽ ആ സ്നേഹം പൂച്ചകളോടുണ്ടെന്നുള്ളത്. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ എന്നോട് പറയും, ഒരു മാസമായിട്ടാ നമുക്ക് ഇരയ്ക്കുള്ള മരുന്ന് മേടിക്കണം, അല്ലെങ്കിൽ അവരുടെ ചത്തുപോകും. അപ്പോൾ മെഡിക്കൽ ഷോപ്പിൽ പറഞ്ഞ് ഇരയ്ക്കുള്ള മരുന്ന് വാങ്ങി കൊണ്ടുകൊടുക്കും. അപ്പോൾ അവരോട് ചോദിക്കുക എത്ര കൊടുക്കണ്ടേ? 1 മാസം കൊടുക്കുക, പിന്നെ 1 മാസം കഴിഞ്ഞിട്ട്, അപ്പോൾ 2-ാം മാസത്തിലും കൊടുക്കണം എന്ന് പറഞ്ഞാൽ. അപ്പം അങ്ങനെ 2 പ്രാവശ്യം കൊടുത്താൽ മതി. അപ്പം അങ്ങനെ പൂച്ചക്കുട്ടികളൊക്കെ ആരോഗ്യം. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ വീട്ടിലേക്കുള്ള ഞങ്ങൾക്കുള്ള ആവശ്യത്തിന് മേടിച്ചില്ലെങ്കിലും പൂച്ചകൾക്ക് മീനോ മറ്റൊന്ന് സാധനങ്ങൾക്ക് മേടിച്ചു കൊടുത്ത് കൊടുക്കും. അപ്പോൾ വണ്ടി കൊണ്ടുവരുമ്പോഴേക്കും പറ്റും മുന്നിൽ ചാടിയിട്ട് വണ്ടി കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അതിലൊരു പൂച്ച അപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച ഗർഭിണിയായിരുന്നു. ആ പൂച്ച ചത്തു. അപ്പോൾ ആ പൂച്ചകളോട് ഉള്ള കരുതലും സ്നേഹവും ആർക്കുണ്ട്? ഒരു മനുഷ്യ സ്ത്രീയായ സാവിത്രിക്കുണ്ട്, അല്ലെങ്കിൽ അവളെ അതിനു വേണ്ടി സഹായിക്കുന്ന എനിക്കുമുണ്ട് ആ സ്നേഹം. അപ്പൊ സ്വർഗസ്ഥനായ പിതാവിന് തൻ്റെ സൃഷ്ടികളോട് വാത്സല്യവും സ്നേഹവും എത്ര അധികമായി ഉണ്ടാവും പ്രിയപ്പെട്ടവര്, എത്ര അധികമായി ഉണ്ടാകും. അപ്പോൾ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ദുഃഖത്തെ പ്രതി, ഭാരത്തെ പ്രതി, പ്രയാസത്തെ പ്രതി കർത്താവ് ഒന്നും അറിഞ്ഞിട്ടില്ല, കർത്താവിനെ കാണുന്നില്ല, കർത്താവിനെ അറിയുന്നില്ല, കർത്താവിന്റെ പ്രശ്നത്തിൽ ഇടപെടുന്നില്ല എന്ന് പറയുന്നതിന് പകരം, അതെ ഇത് കേട്ട സാക്ഷ്യപ്രകാരം വെറും ജീവിയെ ഇത്രമാത്രം സ്നേഹിക്കുന്നെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് എത്രമാത്രം എന്നെ സ്നേഹിക്കുന്നതായിരിക്കും, എത്രമാത്രം ദൈവം എനിക്ക് വേണ്ടി കരുതുന്നുണ്ടായിരിക്കും. ഒരു പക്ഷെ അതത് സമയത്ത് അതതിൻ്റെ കാര്യങ്ങൾ എനിക്ക് ക്രമീകരിക്കപ്പെട്ടില്ലെങ്കിലും ദൈവം എന്നെ കൂടുതൽ സ്നേഹിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം വെളിപ്പെടുന്ന സമയത്ത് എനിക്കത് ലഭിക്കുമെന്നുള്ള വിശ്വാസത്തോടുകൂടി നിൽക്കണം. വിശ്വാസം എന്ന പരിച. ശത്രു പറയും, കഴിഞ്ഞു, ഇനി നീ ഉയരില്ല, ഇനി നീ വളരില്ല, നിനക്ക് ശുഭമായ ഭാവിയില്ല, നിനക്ക് നീ പ്രത്യാശയിൽ ജീവിക്കാൻ പറ്റില്ല, വിശ്വാസത്തിൽ ജീവിക്കാൻ പറ്റില്ല, നല്ലൊരു ക്രിസ്ത്യാനിയായി നിനക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ നിരാശയും ഭയവും നിന്റെ ജീവിതത്തിൽ വരുമ്പോൾ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് അതിനെ നാം നേരിടണം. സ്തോത്രം, സ്തോത്രം. ഇങ്ങനെയാണ് കാര്യങ്ങളെ നാം നമ്മുടെ ജീവിതത്തിൽ നേരിട്ട് ക്രമീകരിക്കേണ്ടത്. സമയം 10 മിനിറ്റ് കൂടി ഉള്ളൂ. അപ്പൊ അങ്ങനെ ആയിരിക്കണം. അല്ലാണ്ട് നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡികമായ ആയുധം ഒന്നുമില്ല. നമ്മൾ ഒരു മനുഷ്യന് വെറുപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതികാര മനോഭാവം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ആര് നശിക്കും? ആ വ്യക്തിക്ക് ചിലപ്പോൾ ഒരു ചുക്കും സംഭവിക്കില്ല, പക്ഷെ നമ്മൾ നശിച്ചു പോകും, നമ്മുടെ നിത്യജീവൻ നഷ്ടപ്പെടും. അതുകൊണ്ട് നാം ഈ നീതി എന്ന കവചവും സത്യം എന്ന അരക്കച്ചയും അരപ്പട്ടയും രക്ഷ എന്ന സ്ഥിരസ്ത്രവും, അതൊക്കെ കുറെ ആയുധങ്ങളെ കുറിച്ച് പറയാനുണ്ട്. അത് ദൈവം അനുവദിക്കുകയാണെങ്കിൽ പിന്നെ ഒരിക്കലും സംസാരിക്കാം. പക്ഷെ ഇത്രയെങ്കിലും പറഞ്ഞത് ദൈവം തമ്മിലുള്ള ഈ ആലോചന, ദൈവത്തിന്റെ ആലോചന നാം നഷ്ടപ്പെട്ടു പോകാതിരിക്കേണ്ടതിന്, നമ്മിൽ ഇന്ന കുറവുകൾ ദൈവം കാണിച്ചു തരുമ്പോൾ നമ്മുടെ ജീവിതം ക്രമപ്പെടുത്താനുള്ള ഒരു താഴ്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി. വ്യക്തികളോടല്ല, സാഹചര്യങ്ങളോടല്ല, ഒരുപക്ഷെ നമ്മിൽ വാഴുന്ന ജഡികമോഹങ്ങളോട് വെറുപ്പ് തോന്നി, നമ്മിൽ വാഴുന്ന പാപ സ്വഭാവങ്ങളോട് വെറുപ്പ് തോന്നി, ശത്രുവിൻ്റെ തന്ത്രങ്ങളോട് എതിർത്തുകൊണ്ട് ദൈവമായ കർത്താവിനോട് വിശ്വസ്തതയുള്ളവരായി അവനെ മുറുകെ പിടിച്ച് നമുക്ക് ജീവിക്കാം. ഇതിനായിട്ട് ദൈവമായ കർത്താവ് നമ്മെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.